ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിയിൽ കൂടുതൽ പരാതികൾ ഉടൻ എത്തുമെന്നാണ് അറിയുന്നത്. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉൾപ്പെടെ പരാതികൾ നൽകാനാണ് വിദ്യാർത്ഥികളുടെ നീക്കം. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് നിയമവിഭാഗം പരാതികൾ പരിശോധിച്ചു തുടങ്ങി. ഇതിനകം ലഭിച്ച പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ പോലീസ് തുടർ നടപടി സ്വീകരിക്കുമോ എന്നതും നിർണായകമാണ്. കൂടുതൽ പരാതികൾ ഉയരുന്നത് കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. അതിൽ തുടരുന്നുണ്ട്. അതിൽ നമ്മൾ കണ്ടതാണ് വിദ്യാർത്ഥികൾക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ടുള്ള പ്രതിഷേധം. കേസെടുത്തേ മടങ്ങൂ എന്ന നിലപാടിലായിരുന്നു അവർ. ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തേക്ക് എത്താൻ പോകുന്നു എന്നറിയും. ഉറപ്പായും കൂടുതൽ വിദ്യാർത്ഥികൾ കോൺഗ്രസിനെ നിയമസഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം പരാതി നൽകുകയും ഓരോ വിഷയത്തിലും പ്രത്യേകമായി എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് ആവശ്യപ്പെടാനുമുള്ള നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുള്ളത്. കൂടുതൽ വിദ്യാർത്ഥികളുണ്ട്. കഴിഞ്ഞ മാസം 20-ാം തീയതി നടന്ന പാർലമെന്റ് മാർച്ചിൽ പല പെൺകുട്ടികൾക്കും അപമാനിതരായിരുന്നു. പല പെൺകുട്ടികൾക്കും അധിക്ഷേപം നേരിട്ടിരുന്നു. പലരും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികൾ അവരൊക്കെ പ്രത്യേകമായി പരാതിയുമായി രംഗത്തെത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. പോലീസ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്നതിൽ ഒരു വ്യക്തതയുമില്ല. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു യുവാവെത്തി പരാതി നൽകിയിരുന്നു. ആ പരാതിയിന്മേൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോഴും ആരാണ് കുറ്റക്കാരൻ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഈ എഫ്ഐആറിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തുടർ നടപടികൾ എങ്ങനെയാകും എന്നതിൽ കോൺഗ്രസിന് ഒരു ആശയക്കുഴപ്പമുണ്ട്. പോലീസിന് എങ്ങനെ നീങ്ങും എന്നത് സംബന്ധിച്ചാണ് പൊതുവിലുള്ള ആശയക്കുഴപ്പം. ഇനി അഥവാ ഈ എഫ്ഐആർ കൊണ്ട് നിർത്തുകയാണ്, അന്വേഷണത്തിൽ കൂടുതൽ പുരോഗതിയില്ല, സിആർപിഎഫ് ഉദ്യോഗസ്ഥരാണെന്ന് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് എന്ന് വാർത്തകളുണ്ടായിരുന്നു. ഏത് സിആർപിഎഫ് ഉദ്യോഗസ്ഥരാണെന്ന് കണ്ടെത്തുകയും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തില്ല എങ്കിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന മുന്നറിയിപ്പ് രാഹുൽ ഗാന്ധി നൽകുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഛാത്രോം കി ഗൂഞ്ച് പരിപാടി ഇന്നലെ പൂനെയിലായിരുന്നു. പൂനെയിൽ വെച്ചും വിദ്യാർത്ഥികൾക്ക് പ്രോത്സാഹനം പ്രചോദനമേകുന്ന വാചകങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ പരാതിയുമായി രംഗത്തേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ പോലീസ് കൂടുതൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യം ഉറപ്പാണ്. എന്ത് നടപടി ഇനി മുന്നോട്ട് എന്നുള്ള കാര്യവും ആകാംക്ഷയാണ്. അതിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം.